സ്കൂളിലൊക്കെ പോയിട്ട് വൈകിട്ട് വരുന്ന വഴിയാണ് സിപ്പപ്പ് മേടിച്ച് കഴിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് സിപ്പപ്പ് മേടിച്ചോ. അപ്പോൾ അവിടുത്തെ അങ്കിളുടെ ഞാനിപ്പോൾ കടവും മേടിച്ച് സിപ്പപ്പിന് 5 രൂപ കേട്ടോ. അത് മേടിച്ച് 2 പേർക്കും കൊടുത്ത് ഞങ്ങളിങ്ങനെ വരികയാണ്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള തോട്. ആരും കുളിക്കാറൊന്നുമില്ല ആ ഞങ്ങളുടെ തോട്. അല്ലല്ലേ, നേരത്തെ പണ്ടൊക്കെ എല്ലാവരും ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചേർന്ന്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ആരും കുളിക്കാറില്ല. മൊത്തം വേസ്റ്റുള്ള വീടിൻ്റെ ഓരോരോ വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ഈ തോടുകളിലൊക്കെ ഒഴുകി വരും. പിന്നെ കടകളിലെ വേസ്റ്റ്, അതുകൊണ്ടൊക്കെ ഇപ്പോൾ ആരും കുളിക്കാറില്ല, ഇവിടെ നനയ്ക്കാൻ വരാറില്ല. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അച്ചായൻ്റെ തോട്ടമാണ്. പക്ഷേ വാഴയൊക്കെ നട്ടാക്കുന്നത് എൻ്റെ മാമനാണ്. അവരിങ്ങനെ ഈ കാട് കയറി കിടക്കണ്ടെന്ന് വെച്ചിട്ട് അവർ മാമനോട് പറഞ്ഞിട്ട് മാമൻ അവരോട് ചോദിച്ചിട്ട് വാഴ നട്ട്. വാഴയുണ്ട്, വാഴയുണ്ട്, പല സൈസ് വാഴയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറേയൊക്കെ ഉണങ്ങിപ്പോയി. കാടായതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ളൊരു സൗകര്യമില്ല. പിന്നെ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പോൾ ഉണക്കാതെ ഇപ്പോൾ കുറേയൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ട്. ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇതാണ് പാലം. ഇത് ഞങ്ങളുടെ ഈ പാലം നേരത്തെ ചെറിയൊരു പാലമായിരുന്നു, നടപ്പഴിപ്പാത പോലെ. പിന്നെ അത് ചേച്ചിരി വലിയ പാലമാക്കി. ആ പാലം തന്നെ ഒന്നുകൂടെ പൊട്ടുവാണിത്. വലിയ വണ്ടിയൊക്കെ പോകുന്ന രീതിയിൽ ഉള്ള പാലമാക്കി. ഇത് പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. വളരെ മോശമാണ്, വളരെ മോശമല്ല, ഇതിന് മോശമായിട്ടുള്ള വഴി കൂടെ നടന്നിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വഴി. വഴി കയറി ചെയ്യുമ്പോൾ ആദ്യമേ കാണുന്നത് എൻ്റെ വീട്.